ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്രിസ്മസിൻ്റെ ഒരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കടയിലേക്ക് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 10 രൂപയുടെ ഈ ഒരു റിബണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റെഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റെഡ് കളറും ഈ ഒരു വൈറ്റുമാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷനിലാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഇതും കൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലുള്ള ഫ്ലവേഴ്സാണ്, ഇതിൻ്റെ റെഡ് കളറും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ വയ്ക്കാനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു റിബണിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു സൂചി നൂലും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെയധികം സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു ക്രിസ്മസിന് വീട്ടമ്മമാർക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു വരുമാന മാർഗം കൂടിയാണിത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഞാൻ ഒരുപാട് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ റിബണിന് ഞാൻ അളവ് പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ഫ്ലവറിന് ആയെന്ന് ആകുമ്പോൾ നമുക്ക് ഈ ഒരു വശം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ ഭാഗവും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ലൈറ്റർ വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കണം. ഈ നൂല് വലിയാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് വലിച്ച് കെട്ടിട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മൾ ഫ്ലവർ ഇവിടെ റെഡി ആവുക. അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ച് ഈ രണ്ട് ഭാഗം കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അഴിഞ്ഞു പോകാത്ത രീതിക്ക് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഈ ഒരു നൂലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കുഞ്ഞ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് എണ്ണം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റും റെഡും ആയിട്ട് കുറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഹെയർ ബാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സാറ്റർ റിബണ് കവർ ചെയ്ത് ഹെയർ ബാൻഡോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റിബണ് ചുറ്റിയെടുത്തിട്ടോ അങ്ങനെ ഏത് വേണമെങ്കിലും. ഞാനിവിടെ ഈ ഒരു ഹെയർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. താഴെ ഭാഗത്തായിട്ട് ഒരു എൻഡ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തും കൊടുക്കും. പിന്നെ ഈ ഒരു ബോള് ഞാൻ ഈ റിബണ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റൻ റിബൺ കവർ ചെയ്ത ബോ യൂസ് ചെയ്യാം കേട്ടോ. ഈ റിബൺ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ ഒരു ചുറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഈ ഒരു ഹെയർ ബാൻഡിൽ കുറച്ച് ഗ്ലൂ കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അവിടെ പ്രസ്സായിട്ട് നിൽക്കും. റിബണ് ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും എൻഡ് ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പോലെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഫ്ലവർ പറഞ്ഞു പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് ഗ്ലൂ
പ്രസ് ചെയ്ത് കൊടുക്കാം. ഹെയർ ബാൻഡ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ഞാൻ 10 ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ബീഡ്സ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ വൈറ്റും ഗോൾഡനുമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് കളറും വൈറ്റിൻ്റെത് ഒരു ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിൽ തന്നെ കുറച്ച് ഗ്ലൂ, അതിനുശേഷം ടോപ്പിൽ ആ ഒരു ബീഡ്സ് വെച്ച് കൊടുക്കാം. വൈറ്റിൽ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. ഈ രീതിക്ക് സെറ്റാക്കി എടുക്കുന്നത്.